രാഹുൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും കളം പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ CPM ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ MLA മാർക്കുള്ള 2 ടേം വ്യവസ്ഥ, അതുപോലെ മന്ത്രിമാർക്കുള്ള 1 ടേം വ്യവസ്ഥ, ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ P രാജീവ്, വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വീണ്ടും മന്ത്രിസഭയിൽ എത്തുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ തോൽവിയുടെ ഭയം നന്നായി വീശിയിട്ടുണ്ട് ഇടതുപാളയത്തിൽ, അല്ലേ? അല്ല, ഈ സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത് സൈബർ സഖാക്കന്മാരെയാണ്. സ്റ്റാറ്റസ് ഇട്ട് എൻ്റെ പാർട്ടിയെ പറ്റി ഇത്രത്തോളം മനോളം പുകഴ്ത്തിയിരുന്ന, അതായത് ഈ ഒരു വാർത്തകൾ, അതല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷനുകൾ പാർട്ടി പുറത്തിറക്കുമ്പോൾ, അതായത് ഇതാണ് പാർട്ടിയുടെ തീരുമാനം, ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി ആർക്കും 2 തവണയോ 3 തവണയോ ഒന്നും മത്സരിക്കാൻ കഴിയില്ല, പാർട്ടി എല്ലാവർക്കും സമയം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മത്സരിക്കാനുള്ള, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് പാർട്ടിക്ക് ഒരേ ഒരു നിലപാട് അല്ല, അന്ന് സ്റ്റാറ്റസ് ഇട്ട ആളുകളുടെ വൈകാരിക തലങ്ങൾ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിറയെ ഒഴുകുകയായിരുന്നു. പക്ഷെ ആ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട ആളുകൾ ഇപ്പോൾ ഇനി എന്റെ നിലപാട് മാറ്റണമല്ലോ എന്ന് മാനസികമായി ചിന്തിക്കുകയായിരിക്കും. ഇവന്മാർക്കൊക്കെ ഒരു നിലപാട് പറഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിന്നൂടെ എന്ന് തന്നെയായിരിക്കും അണികൾക്കും ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്. തീർച്ചയായും. പക്ഷെ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കാര്യം, CPMന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ തന്നെ അവർക്ക് മുന്നിൽ നിർത്താൻ ഇനി സ്ഥാനാർത്ഥികളോ പുതിയ മുഖങ്ങളോ ഒന്നുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നോക്കൂ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറ്റി നിർത്താൻ ഒരാളുണ്ടോ? ഇല്ല. ഇപ്പോൾ MV ഗോവിന്ദൻ സാർ പോലും ഇനി മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ മാത്രമേ മുഖ്യമന്ത്രിയായി നിൽക്കാനുള്ളൂ. അതുപോലെ തന്നെയാണ് മന്ത്രിമാരുടെ കാര്യവും. 1ാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2ാം പിണറായി സർക്കാർ വന്ന സമയത്താണ് ഈ വ്യവസ്ഥകൾ മാറ്റിയതെങ്കിൽ ചിലപ്പോൾ ജനം അംഗീകരിച്ചേനെ. കാരണം KK ശൈലജയെ പോലെ നല്ല മന്ത്രിമാര് വീണ്ടും ഇപ്പുറത്തേക്ക് 2ാം മന്ത്രിസഭയിലേക്ക് വരുന്നതിൽ ജനങ്ങൾക്ക് സന്തോഷമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. ഈ KK ശൈലജ മികച്ച ആരോഗ്യമന്ത്രിയാണെന്ന് പറഞ്ഞത് ആരാണ്? ഇടതുപക്ഷം തന്നെയാണ്. എന്നിട്ട് ഇടതുപക്ഷം തന്നെയല്ലേ അവരെ മാറ്റി നിർത്തിയത്. പക്ഷേ സ്വന്തം വീട്ടിലെ കാര്യം വരുമ്പോൾ, മുഹമ്മദ് റിയാസിന്റെ കാര്യം വരുമ്പോൾ, അതുപോലെ വാസവനെ പോലുള്ള മന്ത്രിമാരുടെ കാര്യം വരുമ്പോൾ ഇതെല്ലാം മാറ്റാം. ഈ വ്യവസ്ഥകളിലെല്ലാം മാറ്റം വരുത്താം. ഇനിയും മുഹമ്മദ് റിയാസ് പോലുള്ള ആൾക്കാർ, ഈ മന്ത്രിമാർ വീണ്ടും ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നടക്കും. അല്ല, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുമ്പോൾ വാസവനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്ന് പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം. കാരണം ശബരിമല കേസുമായൊക്കെ ബന്ധപ്പെട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാസവനൊക്കെ. ആ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പുതിയ ആളുകൾ വന്ന് കേസന്വേഷണം പുതിയ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പെടാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആയിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പം ചില ആളുകളെ നിലനിർത്തേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് പല ആളുകളെയും നിലനിർത്തുന്നത്. പിന്നെ ശൈലജ ടീച്ചറുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ്, ശൈലജ ടീച്ചറെ കഴിഞ്ഞ കൊല്ലം കൃത്യമായിട്ട് ഒതുക്കിയതാണ് എന്ന് എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞതാണ്. കാരണം എല്ലാവരും പറഞ്ഞിരുന്നു ശൈലജ ടീച്ചർ 2ാം ടീമിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്, പിണറായി വിജയന് ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രി ഇതാ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. ആളുകൾ അത് ഇഷ്ടപ്പെട്ടിരുന്നു. പിണറായി വിജയന് ശേഷം ഒരു സ്ത്രീയെ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നു, ഇതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പിണറായി വിജയൻ തന്നെ 2ാം ടൈമിലും മുഖ്യമന്ത്രിയായി. മന്ത്രിസഭയിൽ പോലും കൃത്യമായിട്ടൊരു പ്രാതിനിധ്യം കൊടുക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ മത്സരിപ്പിക്കാൻ പോലും കഴിയാതെ ശൈലജ ടീച്ചർ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം. ഇപ്പൊ എന്തിനാണ് ശൈലജ ടീച്ചറെ വീണ്ടും കൊണ്ടുവരുന്നത്? ഒരു മുഖമില്ല. ആ മുഖത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അതിനുശേഷം ഒരു ആരോഗ്യമന്ത്രിയൊക്കെ അവര് പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതാണ് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി, ഡോക്ടറൊക്കെയാണ്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുണ്ട് വീണ ജോർജ്. പക്ഷെ നമുക്കറിയാം എന്തായിരിക്കും അതിന്റെ അവസ്ഥയെന്ന്. ഇപ്പോൾ KK ശൈലജ ഇനി മത്സരിക്കുകയാണെങ്കിൽ തന്നെ പണ്ടത്തെ ഒരു വലിയൊരു ഇമ്പാക്ട്, ഒരു ശൈലജ ഫാക്ടറിന് എടുത്തു പറയാനുള്ള ഒരു ഫാക്ടർ ഇനി ഉണ്ടാവില്ല. അത് തന്നെയാണ് ശൈലജയുടെ കാര്യത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. അതെ, ഇപ്പോൾ അന്ന് കോവിഡ് കാലത്ത് രക്ഷിച്ചു എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് PPE കിറ്റ് വിവാദം വന്നു. ആ വലിയൊരു തീ അങ്ങ് കെട്ടടങ്ങി. ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം വെച്ച് ഈ പറയുന്ന വീണ ജോർജ് ആണെങ്കിലും KK ശൈലജയാണെങ്കിലും വിജയത്തിലേക്ക് അടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ CPM ഇപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ജനസമ്മതരായിട്ടുള്ള പഴയ നേതാക്കന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു
പണിയിലാണ്. CPM എല്ലാ കാലത്തും പറയുന്നത് ഞങ്ങൾ പുതുമുഖങ്ങൾക്കാണ് അവസരം കൊടുക്കാൻ പോകുന്നത്, പുതുമുഖങ്ങളാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ CPM പറഞ്ഞു കഴിഞ്ഞാലും പഴയ പുതുമുഖമില്ല, പഴയ മുഖങ്ങൾ ഉണ്ടെങ്കിലേ ഇനി ജയിക്കാൻ കഴിയുമെന്നൊരു തോന്നൽ CPM തിരിച്ചുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴയ നേതാക്കന്മാരെയൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നതും ഈ ടേം എല്ലാം കാറ്റിൽ പറത്തുന്നത്. 2 തവണ 3 തവണ ഒന്നുമില്ല, ജയിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് പാടുള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ നിലപാട് എന്ന് പറയുന്നത്. അത് തെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഭരണം വേണം എങ്കിൽ മാത്രമേ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ചിലപ്പോ ഈ ഭരണം കൊണ്ട് അടുത്തൊരു ഭരണം വന്നു കഴിഞ്ഞാൽ പല ആളുകളും പലതാണ് പറയുന്നത്. ഒന്നുകൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പറയുന്നത് ഈ പാർട്ടി ഇല്ലാതായി പോകാനാണ്. ചില ആളുകൾ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. അതല്ല, അത് ശരിയാണ്. ആ ഒരു സൈഡിനെ പറ്റി നമ്മൾ ചിന്തിച്ചില്ല. ഇപ്പോൾ അടുത്ത് ഇനി UDF വിജയിച്ച് അധികാരത്തിൽ വരികയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞ് ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചുകൊണ്ട് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ അടുത്തൊരു 5 വർഷത്തോടു കൂടി ഇതൊക്കെ ഇല്ലാതെ ആകുന്നു. അതോടുകൂടി തിരിച്ച് UDF BJP പ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ എല്ലാം ആഗ്രഹം എന്ന് പറയുന്നത് CPM ഒന്നും കൂടെ അധികാരത്തിൽ വരണമെന്നാണ്. ഇത്രയൊക്കെ ഫൈറ്റ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും BJPക്ക് വളരണമെങ്കിൽ CPM വേണം. അതാണ് അതിൻ്റെ ഒരു ലൈൻ. ഇപ്പോൾ BJP എതിർക്കാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ അവിടെ കയറി വരാനും ഇപ്പോൾ പല സംവിധാനങ്ങൾ, അതായത് നിയമപരമായിട്ടുള്ള പല കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും കേന്ദ്രം ഒരു കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളം തന്നെയാണ്. ഇപ്പോൾ ഫൈനാൻഷ്യൽ ബില്ലുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നടത്തിയ കേരളത്തിലാണ്. ഇപ്പോൾ സിറ്റിസൺ ബില്ല് അത് വന്നപ്പോഴും കേരളത്തിലാണ് ആദ്യമേ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തിയത്. അപ്പോ കേന്ദ്രവുമായിട്ട് അടിത്തട്ടിൽ കൃത്യമായിട്ട് ടൈപ്പ്. PM ശ്രീ പദ്ധതി എന്തെല്ലാം കുട്ടിഘോഷിക്കലായിരുന്നു. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അരിയിലൂടെ പോയി ഒപ്പിട്ടു. ആരും അറിഞ്ഞില്ല. അങ്ങനെ എത്രയോ പദ്ധതികൾ. അത് CPI അതിൽ അതൃപ്തി രേഖപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് ഇതൊരു വലിയ വാർത്തയായി മാറിയത്. അത് CPIയും കൂടി ഇതിന്റെ ഒത്താശ ചെയ്ത് കൊടുത്തിരുന്നുവെങ്കിൽ ചിലപ്പോൾ കേരളം ആകെ മഠയന്മാരായി പോയേനെ. നമ്മളെല്ലാം ആരും അറിയില്ല. ഇപ്പൊ CPI അവിടെ കൃത്യമായിട്ട് ഇത് കഴിയില്ല, ഇത് പാർട്ടി വഞ്ചനയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് CPIയെ വഞ്ചിച്ചു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതുകൊണ്ട് മാത്രമാണ് PM ശ്രീയിൽ നിന്നും തിരിച്ചു വന്നത്. അന്ന് സൈബർ സഖാക്കന്മാർ എഴുതി കൂട്ടിയത് കണ്ടു കഴിഞ്ഞാൽ നമ്മള് കണ്ണടച്ച് ബാബുത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അത്തരത്തിൽ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാൻ പറ്റിയൊരു പാർട്ടി എന്ന് പറയുന്നത് ഇന്നും CPM തന്നെയാണ്. ഞാൻ ഇന്നവരെ കണ്ടില്ല കോൺഗ്രസിനാണെങ്കിലും BJPക്കാണെങ്കിലും ഇത്രയും ശക്തമായിട്ടുള്ള ക്യാപ്സ്യൂളുകളുള്ള ഒരു പാർട്ടി വേറെ ഒന്നുമില്ല. അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. നമ്മൾ വിചാരിച്ചിരുന്നത് CPMലെ പാർട്ടിയിൽ ഒരു ടീമുണ്ട്, ആ ടീമിലുള്ള ആൾക്കാർ ക്യാപ്സ്യൂൾ റെഡിയാക്കി പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഓരോ പ്രവർത്തകരും ക്യാപ്സ്യൂൾ ഉണ്ടാക്കാനുള്ള പ്രാപ്തിയുണ്ട്. അതെ, ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളാണ്. ആ നിലപാടുകളുടെ എല്ലാം കൂട്ടമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരേ നിലപാടാണ്. ഇത് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അതാണ് അവസാനത്തെ അവരുടെ നിലപാട് എന്ന് പറയുന്നത്. ഇത് മറ്റാരോ ചെയ്തതാണ്. ഇപ്പൊ ശബരിമല വിഷയം മറ്റാരോ ചെയ്തൊരു വിഷയമാണ്. ഞങ്ങൾ ഇതിൽ പെട്ടുപോയ ആളുകൾ മാത്രമാണ്, അതിലുള്ള സഖാക്കന്മാരെ അല്ല. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു ഡിപ്ലോമാറ്റിക് ആൻസർ ഉണ്ട്. തെറ്റ് ആരായാലും ശിക്ഷിക്കപ്പെടട്ടെ. കോൺഗ്രസ്സുകാരനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ തെറ്റുകാരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടട്ടെ. ഒരു ഡിപ്ലോമാറ്റിക് സാധനം അവസാനം ഇടുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ജനങ്ങള് തെറ്റിദ്ധരിക്കരുതല്ലോ. ഞങ്ങള് CPMമാർക്ക് അനുകൂലമായിട്ടാണ് ഷാൻ എഴുതിയേക്കുന്നത്, ഇനി കോൺഗ്രസ്സുകാർക്കും കൂടെ അനുകൂലമായിട്ടാണ് ഞങ്ങൾ എഴുതിയേക്കുന്നത്. കള്ളന്മാരെല്ലാം പിടിക്കപ്പെടണം, അതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ ഏറ്റവും വലിയ കള്ളനാണ് കേരളം ഭരിക്കുന്നതെന്നാണ് പല ആളുകളും പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഇപ്പൊ ശബരിമല വിഷയമാണെങ്കിൽ പോലും ഞാൻ ചില ആളുകളോട് ചോദിച്ചപ്പം അത്രയും വലിയ കോടിയുടെ അഴിമതിയൊന്നും ശബരിമലയിൽ നടന്നിട്ടില്ല. ഏകദേശം ഒരു 5-6 കോടിയുടെ അഴിമതി മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വലിയ അഴിമതികൾ നടന്നിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായിട്ട് വലിയ വലിയ അഴിമതികളുടെ കഥകൾ ഉടനെ കേൾക്കേണ്ടി വരുമെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അത് നമ്മൾ കേട്ടിട്ടില്ലാത്ത പല അഴിമതി കഥകൾ ഒരു മാസത്തിനുള്ളിൽ പലപ്പോഴായിട്ട് പുറത്തേക്ക് വരും. അത് പല ആളുകളും പിണറായി വിജയന്റെ കൂടെ നിൽക്കുന്ന തോളിൽ കൈയിട്ട് നിന്നിട്ടുള്ള പല ആളുകളുടെയും അഴിമതി കഥകൾ ഉടനെ തന്നെ പുറത്തു വരും. അതിന് പല സോഴ്സിൽ നിന്നും പല ആളുകളും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിമതികൾ നീണ്ടൊരു കടലായിട്ട്. ഇപ്പോൾ പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ്, അതായത് ഒന്നാം പിണറായി വിജയന്റെ കാലത്ത് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു അഴിമതി ഉണ്ടെങ്കിൽ കാണിക്കൂ, അല്ലാതെ ഈ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ കൊണ്ട് നിൽക്കരുത്. അന്ന് പറഞ്ഞുള്ള അഴിമതികൾ എന്തൊക്കെയാണ്? പിന്നീട് രണ്ടാം പിണറായി സർക്കാരിന്റെ തെളിവോടുകൂടി ഈ പരാതികളും അഴിമതികളും ഒക്കെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നത്. അത് പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അത് വന്നത് എന്ന് മാത്രമേ ഉള്ളൊരു വിഷയം. ഇപ്പോ സ്വർണ്ണക്കൊള്ളയാണെങ്കിലും
ഈ സ്വർണ്ണക്കൊളയല്ല, ശബരിമല സ്വർണ്ണക്കൊളയല്ല, ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത്. അപ്പോ അതുകൂടാതെ തന്നെ സ്പ്രിംഗ്ലർ, അങ്ങനെ ഒരുപാട് അഴിമതി കേസുകൾ, കരിമണല്, എന്തെല്ലാം വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെല്ലാം ബലിയാടാകാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് അതിനെ പറ്റി വാദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും CPM-ന്റെ നിലപാടിൽ എപ്പോഴും ഒരു യൂട്ടേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇനി സ്ഥാനാർത്ഥി നിർണയത്തിലും ആ ഒരു യൂട്ടേൺ കാണാൻ പറ്റും.